ഇത് IBN മലയാളം. NSS നേതൃത്വത്തോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുത്തച്ഛൻ ആലപ്പുറത്ത് കയറിയുണ്ടായ തഴമ്പിന്റെ പെരുമ പറഞ്ഞ് ജീവിതകാലം മൊത്തം ആശ്വസിക്കേണ്ട ഗതികേടാണ് നിങ്ങൾക്കുള്ളതെന്ന് പറയാതെ വയ്യ. പണ്ട് എന്തൊക്കെയോ കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, അതുകൊണ്ട് സമുദായത്തിലുള്ള കുറച്ച് ആളുകൾക്കെങ്കിലും അതിന്റെ പ്രയോജനവും ഉണ്ടായി. ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാക്കുക വഴി പൊതുസമൂഹത്തിനും ചെറുതല്ലാത്ത ഗുണമുണ്ടായി. പക്ഷേ അവിടുന്ന് ഒരടി മുന്നോട്ട് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? പ്രതിബദ്ധതയില്ലാത്ത ചില ജീവനക്കാർ കാരണം നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾ നശിച്ചു പോവുകയാണെന്ന പച്ചയായ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് NSS സ്ഥാപനങ്ങൾ നശിച്ചു പോകുന്നതെന്നതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് പന്തളം NSS മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. 3 പതിറ്റാണ്ട് മുൻപ് വരെ പന്തളത്തെ എന്നല്ല, പത്തനംതിട്ട ജില്ലയിലെ തന്നെ പ്രമുഖമായ ആശുപത്രികളിൽ ഒന്നായിരുന്നു പന്തളം NSS മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. സർക്കാർ ആശുപത്രികളെക്കാൾ തിരക്കുണ്ടായിരുന്ന NSSന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ്. പന്തളത്ത് തന്നെ മറ്റൊരു ആശുപത്രിയുണ്ട്, CM ഹോസ്പിറ്റൽ. അവിടെ പോയാൽ നല്ല തിരക്കാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് പലരും NSS തിരഞ്ഞെടുക്കുന്നത് തന്നെ. അങ്ങനെ വഴിതെറ്റി ചെല്ലുന്നവരുടെ പോലും മടുപ്പിക്കുന്ന രീതിയാണ് NSSലുള്ളവർക്ക്. കാര്യത്തിലേക്ക് വരാം. OP ബുക്കിങ്ങിനായി 2 മൊബൈൽ നമ്പറുകൾ മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട്. 9400252237 കൂടാതെ 9400202237. ഇതാണ് ആ നമ്പറുകൾ. ഒരിക്കലും ഈ 2 നമ്പറുകളിൽ വിളിച്ചാലും ഫോൺ എടുക്കില്ല. ബുക്കിംഗ് സമയം 10 മുതൽ 5 വരെയാണത്രേ. പക്ഷേ 10-ന് വിളിച്ചാലും 11-ന് വിളിച്ചാലും 12-ന് വിളിച്ചാലും 1-ന് വിളിച്ചാലും 2-ന് വിളിച്ചാലും 3-ന് വിളിച്ചാലും 4-ന് വിളിച്ചാലും 5-ന് വിളിച്ചാലും ഈ നമ്പറുകളിൽ ഫോൺ എടുക്കില്ല. ഫോൺ എടുത്തില്ല എന്ന പരാതി പറയാനായി റിസപ്ഷനിൽ വിളിച്ചാലോ പറ എന്ന ദാഷ്ട്യത്തോടെ അഭിസംബോധന ചെയ്തു തുടങ്ങും. ബുക്കിങ്ങിനാണെന്ന് പറഞ്ഞാൽ തന്നെ കലിപ്പാണ്. NSSന്റെ ഏതോ കരയോഗ മന്ദിരം നമ്മൾ എഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ടതുപോലെയാണ്. OP കാർഡിലെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യൂ എന്ന് റിസപ്ഷനിലുള്ള ആൾ മൊഴിയും. ചേട്ടാ, അതിൽ വിളിച്ചെടുക്കാത്തത് കൊണ്ടല്ലേ റിസപ്ഷനിൽ വിളിച്ചതെന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഫോൺ ഒറ്റ കട്ട് ചെയ്താണ്. പുള്ളിക്ക് ഫോൺ കട്ട് ചെയ്തിട്ട് എന്തോ അത്യാവശ്യ കാര്യത്തിന് പോകാനുള്ളതുപോലെയാണ് ലാൻഡ് ഫോണിന്റെ റിസീവർ എടുത്ത് താഴോട്ട് വെക്കുന്നത്. ഒരു ഡോക്ടറെ കാണാൻ ഒന്ന് ബുക്ക് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ. പിന്നെ എങ്ങനെ ആശുപത്രിയിൽ പോകും? ഇനി നേരിട്ട് ചെന്നാലേ ബുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ OP ടിക്കറ്റിൽ നിന്ന് നിങ്ങൾ ആ നമ്പർ ഒഴിവാക്കുക. തിരുവല്ലയിൽ ബിലീവേഴ്സ് എന്നൊരു ആശുപത്രിയുണ്ട്. നിങ്ങൾക്കറിയാമോ? അവിടെ ഒന്ന് ബുക്ക് ചെയ്താൽ പേഷ്യൻ്റ് ചെല്ലുമോ എന്ന് ഉറപ്പാക്കാൻ ചിലപ്പോൾ 2 പ്രാവശ്യമെങ്കിലും തിരിച്ചു വിളിക്കും. ആ ഒരു കെയർ ഉണ്ടല്ലോ, അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകില്ല. അത്രയ്ക്കൊന്നും വേണ്ട, ഒന്ന് ഫോൺ എടുക്കുക. ഫോൺ വിളിക്കുന്നവരോടൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കുക. നിങ്ങളുടെ ഒന്നും അടിമകളല്ല പൊതുജനങ്ങൾ. ഇത്രയും പറഞ്ഞത് നിങ്ങളുടെ സ്ഥാപനം നശിച്ചു കാണാനല്ല, നന്നാകണമെന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. ആശുപത്രി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ അടയാളം കൂടിയാണ്. നിലനിൽക്കേണ്ടത് ജനങ്ങളുടെ കൂടി ആവശ്യമാണ്. ബഹുമാനപ്പെട്ട NSS നേതൃത്വം ഈ വാർത്ത കാണുകയാണെങ്കിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.